ഹലോ ഫ്രണ്ട്സ്, കേരള PSC പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. വേറൊന്നല്ല, ഫുഡ് സേഫ്റ്റി ഓഫീസർ. നിങ്ങൾ കുറേ പേരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. April 3 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ എന്താണ്, സിലബസ്, എക്സാമിന് എന്താണ് ചോദിക്കാന്നുള്ളത്. 2006 ഫുഡ് സേഫ്റ്റി FSSAI ആക്ട് നിലവിൽ വരുന്നത്. അത് പ്രകാരം സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഫുഡ് സേഫ്റ്റി കമ്മീഷൻ വേണമെന്നുള്ള ഒരു നിബന്ധന വരുന്നു. അത് പ്രകാരം കേരളത്തിൽ 2010 ഫുഡ് സേഫ്റ്റി കമ്മീഷൻ നിലവിൽ വരുന്നത്. അതിനെ തുടർന്ന് അവിടെ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സിനെ നിയമിക്കാനുള്ള ഒരു എക്സാമാണ് കേരള PSC 2 വട്ടം നടത്തി. 2015 നടത്തിയിരുന്നു, 2020 നടത്തി. ഇപ്പോൾ 2024 നെക്സ്റ്റ് എക്സാം നടക്കാൻ പോവുകയാണ്. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ എന്ന് പറയുന്നത് ഒരു മിഡിൽ ലെവൽ കേഡറാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി, അതൊരു IAS പോസ്റ്റാണ്. അതായത് ഇതൊരു IAS ഉദ്യോഗസ്ഥൻ്റെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണിത്. ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് എന്നുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്, ഈ ഒരു ജോലി എന്തുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കണം, എന്തുകൊണ്ട് നിങ്ങൾ നേടണം എന്നുള്ളതാണ്. ദ ബെസ്റ്റ് തിങ് ഈസ് ദ ബെറ്റർ പേ സ്കെയിൽ. ദാറ്റ്സ് അറൌണ്ട് 40,000 to 80,000 ആ ഒരു പേ സ്ലാബിലാണ് വരുന്നത്. അത് വലിയൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. ഗസറ്റഡ് പോസ്റ്റാണ്. ഗസറ്റഡ് പോസ്റ്റായുള്ള മെച്ചം എന്താണ്? ഇതിലെല്ലാം വലിയ മെച്ചം എന്ന് വെച്ചാൽ മികച്ചൊരു ജോലി തന്നെയാണുള്ളൊരു മെച്ചമുണ്ട്. പക്ഷേ KS നിങ്ങൾ സ്ട്രീം 3 ആയി മാറും. KS സ്ട്രീം 3, ഇത് കുറേ പേർക്ക് അറിയായിരിക്കും, അറിയത്തില്ലാത്തവർക്ക് ഞാൻ പറയാം. KS 3 സ്ട്രീംസ് ഉണ്ട്, അല്ലെങ്കിൽ 3 വിഭാഗങ്ങളുണ്ട്. സ്ട്രീം 1 എന്ന് പറയുന്നത് എന്താണ്? സാധാരണ വിദ്യാർത്ഥികൾ. ഓക്കെ, സാധാരണ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സർക്കാരുമായിട്ട് ബന്ധമില്ലാത്ത സാധാ ആസ്പിറൻസ്, അതാണ് സ്ട്രീം 1. സ്ട്രീം 2 എന്ന് പറയുന്നത് നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ്. ആരാണ് നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ്? ക്ലറിക്കൽ, പ്യൂൺ സ്റ്റാഫ്, ഗസറ്റഡ് അല്ലാത്ത ഓഫീസേഴ്സ്. ഇനി സ്ട്രീം 3 എന്ന് പറയുന്നതോ ഗസറ്റഡ് ഓഫീസേഴ്സ്. അപ്പോൾ ഗസറ്റഡ് ഓഫീസേഴ്സ് എന്ന് പറയുന്നതാണ് സ്ട്രീം 3. ഓക്കെ, അതിലാണ് ഇത് വരുന്നത്, ഫുഡ് സേഫ്റ്റി ഓഫീസർ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്താ, KS എഴുതുന്ന KS എക്സാം എഴുതി കഴിഞ്ഞാൽ മാത്രമല്ല KS കിട്ടുകയുള്ളൂ. അതേ KS എക്സാം എഴുതിയാലേ കിട്ടുകയുള്ളൂ. പക്ഷേ ഇവിടെ KSന്റെ സീറ്റ്സ് എന്നുള്ളത് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ ആദ്യ കേസിൽ 105 സീറ്റ്സ് ഉണ്ടായിരുന്നു. 105 സീറ്റ്സ്, 105. ദാറ്റ് വാസ് ഈക്വലി ഡിവൈഡഡ്. സ്ട്രീം 1 35 സീറ്റ്സ്, സ്ട്രീം 2 35 സീറ്റ്സ്, ആൻഡ് സ്ട്രീം 3 35 സീറ്റ്സ്. അതായത് സ്ട്രീം 1 35, സ്ട്രീം 3 എത്ര തന്നെയാണ്? 35 സീറ്റ്സ്. എന്നാൽ ഇവിടെ എഴുതുന്ന ആസ്പിറൻസിന് എണ്ണോ, സ്ട്രീം 1 അന്ന് എഴുതിയത് 5 lakh ആസ്പിറൻസ് ആണ്. ഈ സ്ട്രീം 3 ഗസറ്റഡ് ഓഫീസേഴ്സ് എത്ര പേരുണ്ടാവും കേരളത്തിൽ? ഒരു ഓഫീസിൽ 1-2 ഗസറ്റഡ് ഓഫീസേഴ്സ്. അങ്ങനെ കേരളം ഒട്ടാകെ എത്ര പേരുണ്ടാവും? വളരെ കുറഞ്ഞ ആളുകൾ. അന്ന് സ്ട്രീം 3 KS എഴുതിയത് ജസ്റ്റ് 1000 പേര് മാത്രമാണ് എഴുതിയത്. ആ 1000 പേരിൽ എഴുതിയതിൽ ഭൂരിഭാഗം ആളുകളും ഇന്റർവ്യൂ വരെ പോയി. അതിൽ നിന്ന് ഏതാണ്ട് ഇത്ര തന്നെ ആളുകൾക്ക് അവിടെ അപ്പോയിൻമെന്റ് കിട്ടി. അതാണ് അവിടെ. അതായത് നിങ്ങൾക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സർക്കാർ ജോലി, ഗസറ്റഡ് ഓഫീസർ ജോലിയിലേക്ക് എത്താനുള്ള ഒരു വഴി മാത്രമല്ല. യു വിൽ ഹാവ് എ ഹയർ ഡ്രീം. ദാറ്റ്സ് ലൈക്ക് ഒരു ഗസറ്റഡ് ഓഫീസേഴ്സായി എത്താം. അതിലുപരി അവിടെ നിന്ന് നിങ്ങൾക്ക് എക്സാം എഴുതി KS ആയി മാറാം. KS എന്ന് പറയുന്നത് ഡെപ്യൂട്ടി കളക്ടർ പോസ്റ്റാണ്. ഡെപ്യൂട്ടി കളക്ടർ പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് ഒരു 8 വർഷം തികച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അതായത് KS പോസ്റ്റിൽ 8 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളായി മാറാം, കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായി മാറാം. ഓക്കെ, സോ ദിസ് ഇസ് ദ ഈസിയസ്റ്റ് വേ, വൺ ഓഫ് ദി ഈസിയസ്റ്റ് വേസ് ടു ബിക്കം ദ IAS ഓർ കളക്ടർ പോസ്റ്റ് ഇൻ കേരള. കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ കാര്യമല്ല. അതായത് സെയിം ഹോം സ്റ്റേറ്റിൽ തന്നെ IAS ലഭിക്കണമെന്നുണ്ടെങ്കിൽ സിവിൽ സർവീസ് എക്സാമിൽ ടോപ്പ് 10 വരണം. അത് എത്രയോ ശ്രമകരമായ കാര്യമാണ്. 10 to 20 lakhs എഴുതുന്ന ഒരു എക്സാമിൽ അവിടെ മത്സരിച്ച് ഒരു കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാകുന്നതിൽ എത്രയോ എളുപ്പമാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം എഴുതി വിതിൻ 2 years യു വിൽ കംപ്ലീറ്റ് ദ പ്രൊബേഷൻ. ഫുഡ് സേഫ്റ്റി ഓഫീസർ കഴിഞ്ഞാൽ 2 വർഷം കൊണ്ട് പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. KS എക്സാം എഴുതുന്നു. KS നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവിടെ അപ്പോയിൻമെന്റ് കിട്ടാവുന്നേ ഉള്ളൂ. അപ്പോയിൻമെന്റ് കിട്ടിയാൽ വിതിൻ 8 years, 8 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്തായി മാറാം? IAS കോൺഫറായി മാറും. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ അതിനെ കാണണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെച്ചങ്ങളെന്ന്. ഓക്കെ, കൂടുതൽ ആളുകൾ ഇതിന് അപ്ലൈ ചെയ്യാനുള്ള കാരണങ്ങളൊന്നും ഇത് തന്നെയാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകതകളൊക്കെ ഞാൻ പറഞ്ഞു. ഇതിൽ April 3 ലാസ്റ്റ് ഡേറ്റ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി 18 to 36, അത് ഏതൊരു PSC എക്സാമിന് തന്നെയാണ് 18 to 36 തന്നെയാണ് വരുന്നത്. ഇനി മോഡ് ഓഫ് സബ്മിറ്റ് ആപ്ലിക്കേഷൻ, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, ദാറ്റ്സ് ലൈക്ക് കേരള PSC തുളസി പോർട്ടലിൽ നിങ്ങൾ ജസ്റ്റ് കയറി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓക്കെ, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാന്നുള്ളത്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ളത് ഞാൻ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇവിടെ ചെയ്തിട്ട് ഞാൻ പറയാം. 1 ഫുഡ് ടെക്നോളജി, 2 ഡയറി ടെക്നോളജി, ബയോടെക്നോളജി, അഗ്രികൾച്ചർ സയൻസ്, ബയോകെമിസ്ട്രി, അതുപോലെ MSc കെമിസ്ട്രി. ഇത്രയും യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു സംശയം ചോദിക്കാം, ഒരു സംശയം തോന്നാം, ഫുഡ് ടെക്നോളജി എന്നുള്ള ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ? അല്ല.
ഈ ഫുഡ് ടെക്നോളജി ഡിഗ്രി ഇതൊരു എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. ഇത് കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് TKM എഞ്ചിനീയറിംഗ് കോളേജിലുണ്ട്, അവിടെ മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അതുപോലെ അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിൽ, അങ്ങനെ അവിടെ മാത്രമേ ഫുഡ് ടെക്നോളജി ഉള്ളൂ. ഭൂരിഭാഗം സ്ഥലങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഫുഡ് സയൻസ് എന്ന പേരിലാണ്, അതല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് പ്രോസസ്സിംഗ് എഞ്ചിനീയറിംഗ് എന്നുള്ള പേരിലാണ്. അപ്പോൾ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ? കാരണം നിങ്ങൾ കേരള PSC തുളസി പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല എന്നെങ്കിൽ അവിടെ എന്ത് കാണിക്കും? ഇൻഎലിജിബിൾ എന്ന് കാണിക്കും. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യണം എന്ത് ചെയ്യണം? തൊട്ടടുത്ത് തന്നെ ഒരു ബട്ടൺ ഉണ്ട്, ഓക്കെ, അപ്ലൈ യൂസിങ് ഇക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ. അത് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ആയിട്ട് സാമ്യമുള്ളവർ, ഇപ്പോൾ ഡയറി ടെക്നോളജി എന്ന് പറഞ്ഞു, അപ്പോൾ ഡയറി സയൻസ് ഉള്ളവർക്കോ അല്ലെങ്കിൽ ഡയറി ന്യൂട്രീഷൻ എന്ന് പറഞ്ഞവർക്കോ അവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ബയോടെക്നോളജി, ഇത് BSc ബയോടെക്നോളജിയാണ്, BTech ബയോടെക്നോളജി ഉള്ളവർക്കോ ഇൻ്റഗ്രേറ്റഡ് ബയോടെക്നോളജി ചെയ്യുന്നവർക്കോ അപ്ലൈ ചെയ്യാം. അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഹോർട്ടിക്കൾച്ചർ അങ്ങനെയുള്ള സബ്ജക്ട്സ് ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാം. ബയോകെമിസ്ട്രി, അതായത് അതുമായിട്ട് റിലേറ്റഡ് ആയ കുറേയധികം കാര്യങ്ങൾ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. മെഡിക്കൽ ബയോകെമിസ്ട്രി, അക്വാകൾച്ചർ, ഇതൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. MSc കെമിസ്ട്രി, അതിവിടെ അനലിറ്റിക് കെമിസ്ട്രി, അപ്ലൈഡ് കെമിസ്ട്രി, ഇതൊക്കെ അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഇതിലെല്ലാം ഉപരി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ ഡിഗ്രി ഉള്ളവർക്ക് വലിയൊരു സുവർണ്ണ അവസരമാണ്. പ്രത്യേകിച്ച് MBBS, BDS, BHMS, അതുപോലെ ആയുർവേദ കോഴ്സുകൾ, BAMS. ഇപ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തവരിൽ ഭൂരിഭാഗം ആളുകളും ഹോമിയോ ഡോക്ടേഴ്സും അതുപോലെ ആയുർവേദ ഡോക്ടേഴ്സുമാണ്. കാരണം ആ ഒരു അതുപോലെ ഡെന്റൽ ഡോക്ടേഴ്സും കുറേ പേരുണ്ട്. കാരണം ആ ഒരു സെഗ്മെന്റിലുള്ളവർക്ക് പ്രൈവറ്റ് ഓപ്ഷൻസ് പെട്ടെന്ന് പാസ് ഔട്ട് ചെയ്ത വിദ്യാർത്ഥികൾ കുറവാണ് എന്ന് മാത്രമല്ല സർക്കാർ ജോലിക്ക് വീണ്ടും അത് കുറഞ്ഞു വരുന്നു. എന്നാൽ ഇവിടെ നമുക്ക് ഈ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്നുള്ളത് കുറേയധികം വേക്കൻസികൾ വരുന്നതാണ്. കഴിഞ്ഞ ലിസ്റ്റ് തന്നെ ഒരു 150 അറൗണ്ട് അപ്പോയിൻമെന്റ് നടന്നൊരു ലിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കയറി നിങ്ങൾക്ക് ഹയർ ഗവൺമെന്റ് സെക്ടറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു മേഖലയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തുക. എക്സാം ഡേറ്റ് ആണ് അടുത്ത പ്രശ്നം. ഓക്കെ, എക്സാം ഡേറ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് തീരും April 3 തീരും. അപ്പോൾ അതിനുശേഷം ഒരു ആഫ്റ്റർ 1 or 2 months കേരള PSC വിൽ കോൾ ഫോർ കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ ഈ എക്സാം നിങ്ങൾ എഴുതുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ ഉറപ്പ് കൊടുക്കുക, അത് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്താൽ ആഫ്റ്റർ കൺഫർമേഷൻ 2 months എക്സാം ഉണ്ടാകും. അതായത് മെയിൽ ഒരു കൺഫർമേഷൻ വന്നാൽ ജൂൺ ജൂലൈ ആഗസ്റ്റിൽ ഈ എക്സാം നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം 2022 വന്ന റാങ്ക് ലിസ്റ്റ് 2025 വരെയുള്ളൂ. അതായത് 2025 റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അടുത്ത റാങ്ക് ലിസ്റ്റ് വരണം. 3 വർഷത്തേക്ക് റാങ്ക് ലിസ്റ്റ് ഉള്ളൂ. അപ്പോൾ അടുത്ത റാങ്ക് ലിസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഈ 2024 എക്സാം നടത്തണം. ആഗസ്റ്റിൽ എക്സാം നടന്നു കഴിഞ്ഞാൽ ഒരു നവംബറിലൊക്കെ റിസൾട്ട് വന്ന് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്റർവ്യൂ നടത്താണ്ട് ഇന്റർവ്യൂവിന് ശേഷം എന്ത് ചെയ്യണം? ഈ വെരിഫിക്കേഷനും മറ്റു കാര്യം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. അതായത് 2025 ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ ഈ വർഷം തന്നെ ഇതിൻ്റെ എക്സാം നടത്തേണ്ടിയിരിക്കുന്നു. ഇനി ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഞാൻ ഈ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. അതായത് ഇവിടെ മറ്റൊരു സംശയമുള്ളത് കേരളത്തിന് പുറത്ത് ഡിഗ്രി ചെയ്തവർക്ക് ഇത് എഴുതാൻ പറ്റുമെന്നുള്ളത്. തീർച്ചയായിട്ടും എഴുതാൻ പറ്റും. കേരളത്തിൻ്റെ പുറത്ത് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകയിലോ മറ്റെവിടെയെങ്കിലും ചെയ്താണെങ്കിലും അവർക്ക് എഴുതാൻ പറ്റും. അവരും എന്ത് ചെയ്യണം? ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് യാതൊരു ആവശ്യമില്ല. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് പറയുന്നോ അത് കേരള PSC അംഗീകരിക്കുന്നു. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയാണ് ഓക്കെ എനിക്കിപ്പോൾ ഈ ഒരു ഫുഡ് ടെക്നോളജി ഡിഗ്രി ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് അതില്ലായിരിക്കാം. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ എക്സാം എഴുതാണെങ്കിൽ പോലും എക്സാം എഴുതാൻ പറ്റും. പക്ഷെ അത് പിന്നീട് പിടിക്കപ്പെടും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾക്ക് തോന്നുന്നതാണ് ഫുഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് സയൻസ് ആണ്, അല്ലെങ്കിൽ ഡയറ്ററി ന്യൂട്രീഷൻ അങ്ങനെ എന്തെങ്കിലും ഫുഡ് സയൻസ് റിലേറ്റഡ് ആണ് നിങ്ങൾ ചെയ്തെങ്കിൽ അപ്ലൈ വിത്ത് ഇക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ വെച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു എക്സാം പ്രിലിംസ് മെയിൻസിനുള്ള എക്സാം ഇല്ല, ഒറ്റ എക്സാമേ ഉള്ളൂ, സിംഗിൾ സ്റ്റേജ് എക്സാം ആണ്. ആ എക്സാം എഴുതുന്നു. എക്സാമിന് ശേഷം ഇന്റർവ്യൂ ആ ഒരു ഇതിനോട് അനുബന്ധിച്ച് അവർ എന്ത് വിളിക്കും? സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വിളിക്കും. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾ ആധാർ കാർഡ്, 10th സർട്ടിഫിക്കറ്റ്, 12th സർട്ടിഫിക്കറ്റ്, ഈവൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതുപോലെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, അതായത് പുറമേ നിന്നുള്ളവർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫുഡ് ടെക്നോളജിക്ക് പകരം ഫുഡ് പ്രോസസ്സിംഗ് എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് എന്ത് ചെയ്യണം? അവിടെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. അതായത് ഇന്നേക്ക് നിങ്ങൾക്ക് ഒരു 5-6 മാസമുണ്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതിന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം? നിങ്ങൾ കേരളത്തിന് പുറത്തുനിന്ന് ഡിഗ്രി എടുത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി എടുത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം? ഉടനെ തന്നെ പോയി ഈക്വലൻസ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുക. കേരളത്തിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആവാം, MG യൂണിവേഴ്സിറ്റി ആവാം, അതല്ലെങ്കിൽ ട്രിവാൻഡ്രം കേരള യൂണിവേഴ്സിറ്റി ആവാം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. അത് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ അതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ കൂടി നോക്കുക ആവശ്യമുള്ള. ഓക്കെ, ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണുള്ളത്? ക്വസ്റ്റ്യൻ പാറ്റേൺ ഇസ് വെരി സിമ്പിൾ. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എനി അതർ PSC എക്സാം. PSC എക്സാം എങ്ങനെയാണ്? PSC എക്സാം എന്ന് പറഞ്ഞാൽ 1.25 മണിക്കൂറിൻ്റെ ഒരു എക്സാമാണ്. 75 മിനിറ്റ്സിൻ്റെ ഒരു എക്സാമാണ്.
100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്, അതായത് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക്, 1/3 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ഒരു യൂഷ്വൽ പാറ്റേൺ. ഇനി ഇതിലൊരു പ്രത്യേകത ഉള്ളത് ഒരു 60:40 അല്ലെങ്കിൽ 70:40 എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ മാർക്ക് ഡിവിഷൻ വരുന്നത്. അതായത് 60% നമുക്ക് പറയാം 60 മാർക്സ് ഫോർ ടെക്നിക്കൽ ഏരിയാസ്. ടെക്നിക്കൽ ഏരിയാസ് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി, അഗ്രികൾച്ചർ സയൻസ്, അതുപോലെ തന്നെ ബയോടെക്നോളജി ആൻഡ് മൈക്രോബയോളജി. ഇങ്ങനെ പറഞ്ഞാൽ ആ ഒരു ഫുഡ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ടെക്നിക്കൽ എന്ന് പറയുന്നത്. അത് ഏതാണ്ട് 60 മാർക്കിന്. ഇനി നോൺ ടെക്നിക്കലോ? ഫുഡ് സേഫ്റ്റി ലോസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ഇംഗ്ലീഷ്. ഇങ്ങനെ 4 നോൺ ടെക്നിക്കൽ ഏരിയാസ്. അത് കഴിഞ്ഞ വട്ടം, അതായത് 2022 നടന്ന എക്സാമിന് 40 മാർക്കിനായിരുന്നു. പക്ഷേ ഇപ്പോൾ കേരള PSC അത് മാറി ചിന്തിക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് നടന്ന സയൻറ്റിഫിക് അസിസ്റ്റന്റ് എക്സാം, അതുപോലെ തന്നെ മറ്റ് ടെക്നിക്കൽ എക്സാമുകൾക്ക് അവർ കൂടുതലും ചോദിക്കുന്നത് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റായിട്ട് വിവരം കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് വരും, അല്ലെങ്കിൽ എത്രത്തോളം നോൺ ടെക്നിക്കൽ കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ വരണം. കൺഫർമേഷൻ സമയത്ത് അവർ കറക്റ്റായിട്ട് ഒരു സിലബസ് പബ്ലിഷ് ചെയ്യും. അത് ഈ ഒരു സിലബസ് അനുസരിച്ചാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് പറയും. പക്ഷെ അവിടെ നിങ്ങൾ നോക്കിയാൽ മതി, 2015 എക്സാം നടന്നപ്പോൾ 2022 എക്സാം നടന്നപ്പോൾ ടെക്നിക്കൽ ഏരിയാസിൽ യാതൊരു ഡിഫറൻസും ഇല്ല. ടെക്നിക്കൽ ഏരിയാസ് ഇസ് ഓൾമോസ്റ്റ് സെയിം. ഓൾമോസ്റ്റ് സെയിം എന്നല്ല, ഇറ്റ്സ് ദ സെയിം. അത് സെയിം ആണ്. കാരണം ആ ഒരു ഏരിയയിൽ ഡിഫറൻസ് ഇല്ല. അതിലെന്തുണ്ട്? അതിൻ്റെ മാർക്കിൽ കൂടുതൽ വെയിറ്റേജ് ഉണ്ടാവും. അത് ടെക്നിക്കൽ ഏരിയാസിലുള്ള മേ ബി 90 മാർക്സ്, ഈവൻ 100 മാർക്സ് എന്തായി മാറാം? ടെക്നിക്കലായിട്ട് മാറാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ടെക്നിക്കൽ ഏരിയാസ് ശ്രദ്ധിച്ച് പഠിക്കണം. നോൺ ടെക്നിക്കൽ ഏരിയാസ് എപ്പോൾ മാത്രം പഠിച്ചാൽ മതി? സിലബസ് വന്നിട്ട് മാത്രം പഠിച്ചാൽ മതിയാവും. ഓക്കെ, ഇനി ഞാനിവിടെ കാണിക്കുന്നത് ടെക്നിക്കൽ ഏരിയാസിൻ്റെ ഒരു സിലബസ് ആണ്. ടെക്നിക്കൽ ഏരിയാസ് നോക്കുകയാണെങ്കിൽ ഒന്ന് പാർട്ട് 1 ഫുഡ് ടെക്നോളജി, അതായത് ഫുഡ് പ്രോസസ്സിംഗ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഏരിയാസ് ആണ്. മില്ലിംഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നു. പ്രിസർവേഷൻ, ഫുഡ് പ്രിസർവേഷൻ, ഹീറ്റ് പ്രോസസ്സിംഗ് ആയിട്ട് ബന്ധപ്പെട്ടത്. ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഡയറി ടെക്നോളജിയാണ്. ഡയറി സയൻസ്, മിൽക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡീൽ ചെയ്യുന്ന. ഡയറി പ്രോഡക്ട്സ് ഒക്കെ അതിൽ പറയുന്നു. മൂന്നാമത്തെ പാർട്ട് എന്നുള്ളത് വെറ്റിനറി സയൻസ് ആണ്. വെറ്റിനറി സയൻസ് എന്ന് പറയുമ്പോൾ ഈ ഫുഡ് സേഫ്റ്റി, നമ്മൾ വെറ്റിനറി സയൻസ് പറയുമ്പോൾ അത് തന്നെ ഒരു 4 ഇയർ കോഴ്സാണ്. അത് മൊത്തം ഇവിടെ പഠിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് വേണ്ടിയാണ് പഠിക്കേണ്ടത്. അപ്പോൾ എന്താണ് ഫുഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട് വെറ്റിനറി സയൻസ് ഉള്ളത്? മെയിൻ പ്രൊഡക്ട്സ്, മീറ്റ് പ്രൊഡക്ട്സ്, എഗ്, ഫിഷ്, മീറ്റ്, എഗ്, ഫിഷ്, അതാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വെറ്റിനറി സയൻസിൽ നോക്കേണ്ടത്. ഇനി അടുത്ത പാർട്ടുള്ള ഫുഡ് സേഫ്റ്റി ലോസ് എന്നുള്ളതാണ്. ഫുഡ് സേഫ്റ്റി ലോസ്, അതായത് FSSA ആക്ട്, IPC, CRPC, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അടുത്ത മറ്റൊന്നുള്ളത് ന്യൂട്രീഷണൽ ആൻഡ് ഫുഡ് അനാലിസിസ്, ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസ്, അതായത് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, വിറ്റാമിൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതൊക്കെയാണ് ബയോകെമിസ്ട്രി, ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫാക്റ്റുകളാണ് നമ്മളിവിടെ നോക്കേണ്ടത്. ഇനി അവസാനമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു 6ാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി, അതായത് ഫുഡ് മൈക്രോബയോളജി. ഈ ഒരു ഏരിയയാണ് നമ്മൾ നോക്കേണ്ടത്. ഇതാണ് 6ഓളം ടെക്നിക്കൽ ഏരിയാസ്. ഈ ടെക്നിക്കൽ ഏരിയ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതിനാണ് കൂടുതൽ വെയിറ്റേജ്. മനസ്സിലായല്ലോ? ടെക്നിക്കൽ ഏരിയാസിനാണ് വെയിറ്റേജ്. അതിപ്പോൾ 60 മാർക്കാവും, 70 മാർക്കാവും, അത് 90 മാർക്ക് വരെ ആവാം, ചിലപ്പോൾ 100% മാർക്ക് അതിൽ നിന്നാവാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ടെക്നിക്കൽ ഏരിയ ശ്രദ്ധിച്ച് പഠിക്കണം. അപ്പോൾ ടെക്നിക്കൽ ഏരിയ ശ്രദ്ധിച്ച് പഠിക്കണം. നമ്മൾ എവിടെ നിന്ന് പഠിക്കണം? കേരളത്തിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള പ്രോസസ്സിൻ്റെ അടുത്ത് നിന്ന് പഠിക്കണം. ഈ ഏരിയ ഒക്കെ പഠിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി ഏതായിരിക്കും? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റിനറി സയൻസ്, അതുപോലെ തന്നെ ഫുഡ് പ്രോസസ്സിംഗ്, ഡയറി ടെക്നോളജിക്ക് പഠിപ്പിക്കുന്ന കേരളത്തിലെ മികച്ച സ്ഥാപനങ്ങൾ ഏതാണ്? അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ മികച്ച സ്ഥാപനങ്ങൾ ഏതാണ്? അത് തീർച്ചയായിട്ടും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അഗ്രികൾച്ചർ സയൻസിനെ കുറിച്ച് പഠിക്കുന്നത്. ഇനി ഏറ്റവും മികച്ച രീതിയിൽ വെറ്റിനറി സയൻസിനെ കുറിച്ച് പഠിപ്പിക്കുന്നോ? കേരള വെറ്റിനറി സയൻസ് യൂണിവേഴ്സിറ്റി, അതായത് കെ വാസു എന്ന പേരിൽ കേരള വെറ്റിനറി സയൻസ് ആൻഡ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി. അവിടെയാണ് ഏറ്റവും മികച്ച രീതിയിൽ വെറ്റിനറി സയൻസ് പഠിപ്പിക്കുക. അപ്പോൾ നമ്മൾ എവിടെ പഠിക്കണം? അവിടെ ഒന്നെങ്കിൽ ആ യൂണിവേഴ്സിറ്റി പഠിക്കണം. ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഇതൊക്കെ പഠിക്കാൻ സമയമുണ്ടോ? ഇല്ല, എക്സാം 4-5 മാസങ്ങളിലാണ് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ പഠിപ്പിക്കുന്ന പ്രോസസ്സിനെടുത്ത് കാര്യം പഠിക്കണം. ഓക്കെ, അതല്ല എന്ന് വേണ്ടത്. ടെക്നിക്കൽ ഏരിയ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളെടുത്ത് പഠിക്കണം. ഒന്നും പേടിക്കണ്ട, നമുക്ക് അത് തന്നെയാണ് ഈ പ്രോഗ്രാമിലുള്ളത്. നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന ടാർഗറ്റ് ഫുഡ് സേഫ്റ്റി ഓഫീസർ 2024. ഇതിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന എല്ലാവരും ഒന്നെങ്കിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കേരളത്തിലെ ഉടനീളമുള്ള ഫുഡ് പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള പ്രൊഫസേഴ്സാണ്. അവരൊരു ഈവനിങ് ടൈം സ്പെയർ ചെയ്തുകൊണ്ടാണ് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. ഈവനിങ് 8 to 9 ആണ് ഈ ക്ലാസ്സിൽ ഉണ്ടാകുക. നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ട്, അതിൻ്റെ റെക്കോർഡിംഗ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്, എല്ലാ ദിവസവും നമുക്ക് ടെസ്റ്റ് ഉണ്ട്. Monday to Friday ആണ് ഈ പ്രോഗ്രാം ഉണ്ടാകുക. ഈ Monday to Friday ഈവനിങ് 8 to 9 PM. ആൻഡ് സാറ്റർഡേ ദർ വിൽ ബി എ മോക്ക് ടെസ്റ്റ്. ഒരു മോക്ക് ടെസ്റ്റ് സാറ്റർഡേ ഉണ്ടാവും. അങ്ങനെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്.
അപ്പോൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ താല്പര്യമുള്ളവർ നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിനെ ബന്ധപ്പെടുക. ഓക്കെ, ഇതൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതൽ നിങ്ങളെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കാണിക്കാം, നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ ബയോ കെമിസ്ട്രിയിൽ ക്വസ്റ്റ്യൻസ്, ഫ്രൂട്ട് ആൻഡ് വെജ്, ദാറ്റ്സ് ലൈക്ക് ഫുഡ് ടെക്നോളജി, പ്രിസർവേഷൻ, മില്ലിംഗ്, ബയോ കെമിസ്ട്രി, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബീവറേജ്, അതൊക്കെ ഫുഡ് ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ടാണ്. ബയോ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ്, ഓക്കെ, ഡയറി ടെക്നോളജി, ഡയറി ക്വസ്റ്റ്യൻസ്, ഓക്കെ, ഫ്രൂട്ട്, മീറ്റ് ആൻഡ് ഫിഷ്. അപ്പോൾ അതായത് ഇത് 2015 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഞാൻ ഇനി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്ത് കാണിക്കുന്നില്ല. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മുഴുവൻ നിങ്ങൾക്ക് എവിടെയുണ്ട്? നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്. നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജസ്റ്റ്, അതായത് നമ്മൾ ഫ്രീ ആയിട്ടുള്ള ടെലിഗ്രാം ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ടാർഗറ്റ് ഫുഡ് സേഫ്റ്റി ഓഫീസർ 2024. അതിലിപ്പോൾ 500-ലധികം ആളുകളുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ മെറ്റീരിയൽ പ്ലസ് ഈ പറഞ്ഞ സിലബസ്, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അതിൽ അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് കയറി നോക്കിയാൽ മതി. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ. ഇനി ആ ഒരു അന്ന് നടന്ന എക്സാമിൻ്റെ ജസ്റ്റ് ഒരു അനാലിസിസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ വീണ്ടും പറയുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പ്രോഗ്രാമിൽ അതായത് മറ്റൊരു കാര്യം കൂടെ പറയണം. 2016 ആ ഒരു ക്വസ്റ്റ്യൻസ് 1 വേർഡ് ടൈപ്പ് ആയിരുന്നു. എന്നാൽ 2020, അതായത് 22 റാങ്ക് ലിസ്റ്റ് വന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കൂടുതലും സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യങ്ങളായിരുന്നു. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ദർ വിൽ ബി എ ക്വസ്റ്റ്യൻ, ദെൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, തേർഡ് സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ 3-4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. അതിൻ്റെ ഓപ്ഷൻസ് എങ്ങനെയാണ്? എ 1 and 2, ബി 2 and 3 only, സി 3 and 4 only, അങ്ങനെ പറഞ്ഞായിരിക്കും ഓപ്ഷൻസ് ഉണ്ടാകുക. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ടൈം എടുക്കും. അതായത് മിനിമം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്കത് കുറച്ചുകൂടെ ഒരു സ്മാർട്ടായിട്ട് ചെയ്യുന്നതെന്ന് പറയാൻ ലോജിക്കൽ സോൾവിങ് വെച്ചാണ്. സ്മാർട്ടായിട്ട് നമുക്ക് ലോജിക്കൽ സോൾവിങ് വെച്ച് ചെയ്യാം. അത് ഇൻ്റലിജൻറ്റ് ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്സ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ഇൻ്റലിജൻറ്റ് ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ആരുണ്ടാക്കിയതാണ്? ഒരു പ്രൊഫസർ അല്ലെ ഒരു ചോദ്യകർത്താവ് ഉണ്ടാക്കിയതാണ്. അതേ ആ ഒരു ചോദ്യം ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ആ ചോദ്യം കണ്ടാകും. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാക്കി അതിനൊരു കറക്റ്റായിട്ടൊരു ആൻസർ ഉണ്ടായി. ഓക്കെ, അതിൻ്റെ ഓപ്ഷനുകൾ ബി എന്നുള്ളതാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, 4 ഓപ്ഷൻ ഉണ്ട്, അതിൽ ബി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ബാക്കി ഇനി 3 അത് എന്ത് സെറ്റ് ചെയ്യണം? തെറ്റായിട്ടുള്ള കാര്യം സെറ്റ് ചെയ്യണം. ഓക്കെ, ബി എന്നുള്ള ആൻസറിന് പകരം എ എന്നുള്ള തെറ്റാണ്, സി എന്നുള്ള തെറ്റാണ്, ഡി എന്നുള്ള തെറ്റാണ്. അപ്പോൾ അതെന്ത് ചെയ്യും? അദ്ദേഹം മനസ്സിൽ നിന്ന് ആലോചിക്കും. ഓക്കെ, ഞാനൊന്ന് ആലോചിച്ച് നോക്കി കുറേ തെറ്റ് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ അദ്ദേഹം ഓപ്ഷൻസ് അദ്ദേഹം കണ്ടുപിടിക്കും. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ മേക്കിങ്ങിൻ്റെ പ്രോസസ്സ്. കേരള PSC ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സിലബസ് കൊടുത്ത് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറയുമ്പോൾ ആ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നോ അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങൾ എഴുതാൻ പറ്റില്ല. കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അത് ഗവൺമെൻറ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നോ ക്വസ്റ്റ്യൻസ് എടുത്ത് അത് കറക്റ്റായിട്ട് അദ്ദേഹം വെരിഫൈ ചെയ്ത് സോഴ്സ് അവിടെ കോട്ട് ചെയ്ത് മാത്രമേ ആ ക്വസ്റ്റ്യൻസ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻസിൻ്റെ ഫോർമേഷൻ എങ്ങനെയെന്ന് പറഞ്ഞു. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൽ കറക്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ബാക്കി 3 ഓപ്ഷൻസ് എന്താണ്? തെറ്റാണ്. 3 ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ നമുക്ക് ഒരു ചോദ്യപേപ്പർ കാണുമ്പോൾ ഒന്നെങ്കിൽ നമുക്കിത് അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഡയറക്റ്റായിട്ട് പോയിട്ട് ഓക്കെ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്നാൽ ബി ബബിൾ ചെയ്യാം, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പക്ഷേ ഇത് അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അറിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഓപ്ഷൻ എലിമിനേഷൻ വെച്ച് 3 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് എങ്ങോട്ട് എത്തിയാൽ മതി? ആ ബി എന്നുള്ള ഓപ്ഷനിലേക്ക് എത്തിയാൽ മതി. അത് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതായാലും നമുക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ ആൻസർ എഴുതിയിട്ട് വരാം. ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഓപ്ഷൻ എലിമിനേഷൻ വഴി ആൻസറിലേക്ക് എത്താവുന്നേ ഉള്ളൂ. ആ ഒരു കാര്യമാണ് നമ്മൾ ഇൻ്റലിജൻറ്റ് ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻ്റലിജൻറ്റ് ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു എക്സാം എഴുതുമ്പോൾ, ഈ എക്സാം എന്നല്ല ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയാലും ഏത് PSC എക്സാം എഴുതിയാലും വളരെ ശ്രദ്ധിച്ച് സ്മാർട്ടായിട്ട് പെരുമാറണം. സിലബസിലെ കോർ ഏരിയാസ്, കൂടുതൽ മാർക്കുള്ള ടെക്നിക്കൽ ഏരിയാസ് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇനി അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻ്റലിജൻറ്റ് ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ ലോജിക്കൽ സോൾവിങ് അത് ഉപയോഗിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യണം. ഓക്കെ, ഇത് പറയുമ്പോൾ ഇതൊക്കെ പറയാൻ ഇവൻ ആരുടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് അഭിമാനത്തോടെ പറയാം, കേരള PSCയുടെ കഴിഞ്ഞ 12 റാങ്ക് ലിസ്റ്റുകളിൽ മികച്ച റാങ്കുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. ഈ ഇടയ്ക്ക് വന്ന അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിംഗ് ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകൾ മെയിൻസ് എഴുതി, പ്രിലിംസ് എഴുതി. അതിൽ നിന്ന് ഒരു 2000-ഓളം ആളുകൾ മെയിൻസ് എഴുതി. അവസാനം 150 പേരെ ഇന്റർവ്യൂവിന് വിളിച്ചു. ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ 48 പേര് മാത്രമേ ഉള്ളൂ. ആ റാങ്ക് ലിസ്റ്റിൽ 23 റാങ്ക് നേടാൻ എനിക്ക് സാധിച്ചു. ഇതെങ്ങനെ സാധിച്ചു? വിവരം കൊണ്ട് മാത്രമാണോ? അല്ല, ഈ നോളജ് നിങ്ങൾ എല്ലാവരുടെ കയ്യിലും ഇല്ലേ? നോളജ് ഇപ്പം നിങ്ങൾ നോക്കിയാൽ യൂട്യൂബ് ചാനൽസ് നോക്കിയാൽ മതി, ഇനി അല്ല ടെലിഗ്രാം ചാനൽ നോക്കിയാൽ മതി, ടെക്സ്റ്റ് ബുക്കുകൾ, ഇതിപ്പോൾ ആരുടെ ഇല്ലാത്ത നോളജ് എല്ലാവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഈ നോളജ് എന്നുള്ള ബേസിനെ വെച്ചുകൊണ്ട് നമ്മൾ സ്മാർട്ടായിട്ട് പെരുമാറണം. എങ്ങനെ? ലോജിക്കൽ സോൾവിങ്ങും MCQ എക്സാമിൻ്റെ ടാക്ലിങ്ങും വഴി. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ
നമുക്ക് ഏത് റാങ്ക് ലിസ്റ്റിലാണെങ്കിലും അത് കേരള PSC ആയിക്കോട്ടെ UPSC ആയിക്കോട്ടെ ഇനി നിങ്ങൾ ഏത് മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം ആണെങ്കിലും അവിടെ നിന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് കേരള PSC സംബന്ധിച്ചാണ്. ഇതേപോലെ തന്നെ UPSC എക്സാമുകളിലും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് അതുപോലെ സിവിൽ സർവീസ് എക്സാമുകളിലും മെയിൻസ് 5 വട്ടം അടുപ്പിച്ച് എഴുതാൻ സാധിച്ചിട്ടുണ്ട്. അതായത് പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുറേയധികം NABARD RBI അങ്ങനെയുള്ള എക്സാമുകളും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ പറഞ്ഞത് ഇത്രയും മാത്രമേ ഉള്ളൂ. ഞാൻ ഈ എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്താണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു നോളജ് ബേസ് ഈ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാം. പ്ലസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ആ നോളജ് ബേസിന് വെച്ചുകൊണ്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താം. അങ്ങനെ ടോപ്പ് റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടാകണം. ആ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഞാൻ മാത്രമല്ല, എൻ്റെ ഒപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാം ഡീൽ ചെയ്യുന്നത് മെഡിക്കോസ് ലേണിംഗ് ആപ്പാണ്. മെഡിക്കോസ് ലേണിംഗ് ആപ്പ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച MBBS ലേണിംഗ് ആപ്പുകളിലൊന്നാണ്. അതിൻ്റെ ഹെഡായിട്ടുള്ള ഡോക്ടർ ഷമീർ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ടീം ഉണ്ടാവും, പ്രത്യേകിച്ച് ബയോകെമിസ്ട്രി ഞങ്ങൾ ഏരിയകളിൽ എടുക്കാൻ. ഒപ്പം തന്നെ PSC ടോക്സിൻ്റെ സ്റ്റാഫ്, അതിനോട് ചേർന്ന് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും മികച്ച അക്കാഡമിക് ടീം. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് അഭിമാനത്തോടു കൂടെ പറയാം, കേരളാസ് ബെസ്റ്റ് അക്കാഡമിക് ടീം ഫോർ ഫുഡ് സേഫ്റ്റി ഓഫീസർ. അത് തീർച്ചയായിട്ടും ഈ ഒരു PSC ടോക്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ എല്ലാവരും താല്പര്യമുള്ളവർക്ക് ഈ കോഴ്സ് ജോയിൻ ചെയ്യാം. അവിടെ ആ ഒരു കോഴ്സ് വെച്ച് നമുക്ക് എല്ലാവരും കാണാം. തീർച്ചയായിട്ടും ഈ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ അടുത്ത വർഷം ഈ ഒരു സമയത്ത് നിങ്ങളൊരു ഫുഡ് സേഫ്റ്റി ഓഫീസറായി കേരള ഗവൺമെൻറ്റിലെ പ്രസ്റ്റീജിയസ് സർവീസിൽ പ്രവേശിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ ദെൻ സീ യു, ബൈ ബൈ.